ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഡെയിലി വ്ളോഗിലേക്ക് കിടന്നാലോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീച്ച ഉടനെ തന്നെ നല്ല അടിപൊളി ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു ഗൈസ്. ഇത് ആക്ച്വലി ഇന്നത്തെ ചിക്കൻ കറിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് അതിലും വെറൈറ്റി ആയിട്ട് ബീഫാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ചിക്കനും ബീഫും എല്ലാം കൂടെ ഒരുമിച്ച് ചിക്കനും ബീഫും മാത്രമല്ല വേറൊരു അടിപൊളി ഐറ്റം കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് എൻ്റെ ചേച്ചി എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട്. ചേച്ചി ജോലിക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് പോയതാണ്. സോ അത് കഴിഞ്ഞിട്ട് അവൾ ഇന്ന് സാറ്റർഡേ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ആഘോഷമാണ്. നമ്മളൊന്നും എങ്ങോട്ടും പോയാലും ആരും ഇതൊന്നും ഉണ്ടാക്കി തരില്ല. അതൊക്കെ പോട്ടെ. അപ്പം ചേച്ചി വരുന്നതിൻ്റെ മുമ്പ് ഞങ്ങളിതൊക്കെ ഉണ്ടാക്കി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഇവിടുത്തെ പൂച്ചക്കുട്ടികളാണ് ഗൈസ്. ഇത് ഇവർ മാത്രമല്ല, ഇനി ഒരുപാടുണ്ട് നിങ്ങൾ കാണാനിരിക്കുന്നുള്ളൂ. അപ്പം ഞാൻ എന്ത് കഴിക്കാനിരുന്നാലും അവരിതുപോലെ താഴെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും ഗൈസ്. അപ്പം ഞാൻ 2-3 കഷ്ണം ഇട്ട് കൊടുക്കെങ്കിലും അധികമൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഒരു അടിപൊളി ഐറ്റം. നല്ല ആവി പറയും, എൻ്റെ ക്യാമറ മൊത്തം അടിച്ചു പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ല മൺചട്ടിയിലിട്ടുണ്ടാക്കിയ ബീഫാണ് ഗൈസ്. ഇത് ബീഫ് ഞങ്ങൾ കുറച്ച് അധികം അങ്ങ് വാങ്ങി വരട്ടി അങ്ങ് വെച്ചു. കണ്ടോ, മൺചട്ടിയിൽ ഞങ്ങൾ അമ്മ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്നതാണ്. അമ്മ ഇപ്പോഴും ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. അത് വേറൊന്നുമല്ല, ഇത് ചേച്ചിക്ക് തിരിച്ചങ്ങോട്ട് എറണാകുളത്തേക്ക് പോകുമ്പോൾ രാവിലെ കഴിക്കാനുള്ള സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമില്ല ഗൈസ്, നമ്മൾ പച്ചരി വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പച്ചരി വറുത്ത് പൊടിച്ച് ഇതിലേക്ക് കടലയും ശർക്കരയും എല്ലാം കൂടി ഇട്ട് പൊടിച്ച് ഒരു പൊടി രൂപത്തിലാക്കി അത് അവളങ്ങ് തിന്നും. അതാണ് അവളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബിക്കോസ് രാവിലെ അവൾ തന്നെ കുക്ക് ചെയ്യാൻ അവളെ കൊണ്ട് മടിയായതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനം കൊടുത്തു വരുന്നത്. സോ അമ്മ എനിക്കിത് വറക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. കണ്ടു, ഇതുപോലെ ഒത്തിരി അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ഞാൻ ഇരുന്ന് വറക്കണം ഗൈസ്. പിന്നെ വേറൊരു കാര്യം കൂടി, എള്ളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിത് അടുപ്പത്തോട്ട് മാറ്റി, കാരണം ഗ്യാസ് തീരുമെന്ന് പറഞ്ഞാൽ അമ്മ അടുപ്പത്തോട്ട് വെക്കാമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ കണ്ടായിരുന്ന ബാക്കി കുട്ടികൾ. ഇത് ഇവിടെ നിറച്ചും പൂച്ചകളാണ്. ഇപ്പോൾ മൊത്തം 7-8 10 ഉണ്ട്. പിന്നെ ഞങ്ങൾ ചേച്ചിയൊക്കെ വന്ന് നെയ്ച്ചോറും